പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കണ്ണും ഹൃദയവും ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ മുതലേ നമ്മൾ മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളവനാണ്, ഞാൻ എനിക്കുള്ളവൾ അല്ല. അപ്പോൾ എൻ്റെ ശരീരത്തെ എനിക്ക് മോഹത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല. എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. പകരം എൻ്റെ ശരീരം കർത്താവിൻ്റെതായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവിൻ. സ്തോത്രം. അപ്പോൾ ഈ നമ്മുടെ ശരീരം ആരുടെ ആലയമാണ്? കർത്താവിൻ്റെ ആലയമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഈ ശരീരം കർത്താവിൻ്റെ ആലയമാണ്. അപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്തൊന്നും ചിന്തിക്കാൻ പാടില്ല. ഫോൺ കയ്യിലിരുന്നാലും ഞാൻ അതിലും ഇതിലൊന്നും നോക്കി നടക്കത്തില്ല. കാരണം എൻ്റെ ഈ കണ്ണുകൾ കർത്താവിനെ കാണേണ്ടവളാണ്. കാരണം എൻ്റെ അപ്പൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യേണ്ടവളാണ്. അതുകൊണ്ട് എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് പാപം ചെയ്യത്തില്ല, എൻ്റെ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യത്തില്ല, എൻ്റെ കാലുകൾ കൊണ്ട് പാപം ചെയ്യത്തില്ല. എൻ്റെ ഈ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ കണ്ണുകൾ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ഈ കരങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. എൻ്റെ നാവ് ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ ഈ കാലുകൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഓടേണ്ടതാണ്. അപ്പോൾ ഞാനൊരു വിശുദ്ധ ആലയമായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വരുമ്പോൾ നമുക്ക് പറയാനായി കഴിയുന്നത്, കർത്താവേ, എൻ്റെ ഈ ശരീരം നിൻ്റെ ആലയമാണ്, എൻ്റെ ഈ ശരീരം നിൻ്റെ മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ഈ രോഗത്തെ അങ്ങ് സൗഖ്യമാക്കണം. അപ്പോഴാണ് കൊളസ്ട്രോളൊക്കെ ഷുഗർ 500 കൊളസ്ട്രോൾ ഹൈയും കരളിന് പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ കർത്താവെ, എൻ്റെ ഈ ശരീരം എൻ്റെ അപ്പച്ചൻ്റെ ആലയമാണ്. അങ്ങ് പറഞ്ഞു, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 7 ദിവസം പച്ചവെള്ളം പ്രാർത്ഥിച്ച് കുടിക്കുമ്പോൾ കർത്താവ് എന്നെ നോർമലാക്കി. അങ്ങനെയാണെങ്കിൽ ഈ നാവിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരേണ്ടത്? നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ച് നമ്മൾ ദൈവകൃപയിൽ നിന്ന് വീഴുവാൻ തക്കവണ്ണ ഇടയായിത്തീരും. അപ്പോൾ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മുടെ നാവ് നമ്മുടെ ശരീരത്തിലൊരു ചെറിയ അവയവമാണ്. അതുപോലെ നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമെന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചെങ്കിൽ അതുപോലെ ജീവിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മോഹങ്ങൾക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ശരീരത്തെ ഒന്നും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ നമ്മൾ ഉടമ്പടി ചെയ്യണം കർത്താവുമായിട്ട്. ഇല്ല കർത്താവേ, ഒരിക്കലും എൻ്റെ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പാപത്തിന് മരിച്ചവരായി തീരും. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നമ്മൾ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് അവൻ്റെ പഴയ മനുഷ്യനെ ക്രൂശീകരിച്ചു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആരാണ് മരിച്ചവൻ എന്ന് പറഞ്ഞാൽ? ഓരോ മനുഷ്യനെയും ഈ മരിച്ചെന്ന് പറയുമ്പോൾ മരിച്ചടക്കുന്ന ഒരവസ്ഥയല്ല. എൻ്റെ പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ മരിച്ചവൻ. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ ദൈവം പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. എൻ്റെ അവയവത്തെ ദൈവത്തിന് പ്രസാദമുള്ളതാക്കണമെങ്കിൽ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകണം. ആ മരിച്ച അവസ്ഥയിൽ, ആ മരണത്തിലാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്.
ഞങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകുന്നത്. അപ്പോൾ പാപം നമ്മൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ പാപം ഇനിയും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും, എന്നാൽ നമ്മൾ കർത്തൃത്വം നടത്തുകയില്ല. പാപത്തിന്, അതായത് പാപം ചെയ്യാനായിട്ട് നമ്മുടെ കർത്തൃത്വത്തിൽ നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്നെ ഭരിക്കുവാൻ പാപത്തെ അനുവദിക്കരുത്. കാരണം ഇപ്പോൾ എന്നെ ഭരിക്കുന്നത് യേശുവാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സ്തോത്രം. എന്നെ ഭരിക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും പാപത്തിന് അധീനരായി ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഭരിക്കുന്നത് നീയാണ്. എൻ്റെ പൂർണ്ണ കർത്തൃത്വം ഇനി കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. കണ്ണുകൊണ്ട് പാപം ചെയ്യാതിരിക്കണം. ഇഷ്ടമുള്ളൊരു വീഡിയോ രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ പലരും പറയാറുണ്ട്, സിസ്റ്ററെ ഒരു 12 മണി വരെ കിടക്കും, ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ ഫോണെടുത്ത് മോശമായ ചിത്രം കാണുന്നു, വീഡിയോസ് കാണുന്നു. അതെല്ലാം കണ്ട് എത്ര സമയം എന്നറിയത്തില്ല, കണ്ട് ചിലപ്പോൾ വെളുക്കുന്നേരെ കണ്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. നിൻ്റെ പാപം കാണുന്ന ഈ കണ്ണ് ഇന്ന് പകൽക്കാലം നീ പറഞ്ഞ, കർത്താവേ എൻ്റെ മേൽ പൂർണ്ണ കർത്തൃത്വം നടത്തണം, എൻ്റെ കണ്ണുകളെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ. പാപം ചെയ്യാതെ നിങ്ങൾ ജീവിക്കും. എന്തിനാണ്? നിത്യരാജ്യത്ത് കടന്നു പോകാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ ജോലി അതാണ്. അതിൽ വീഴാതിരിക്കണമെങ്കിൽ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിക്കണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ കർത്തൃത്വം നമ്മൾ നിരന്തരമായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? ഞാൻ എൻ്റെ കർത്താവിനുള്ളവളാണ്. ഇത്ര വർഷം നിങ്ങളെ ഭരിച്ചത് ജഡമാണ്, ഇപ്പോൾ കർത്താവ് എന്നിൽ വസിക്കുന്നു എന്നത് ശരിയാണെങ്കിൽ പോലും ഈ ജഡമെന്ന് പറയുന്നത് ഓരോ ദിവസവും ഈ ജഡത്തെ നമ്മൾ മരിപ്പിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കാൻ നോക്കിയാലും പിന്നെയും കയറി വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഓരോ ദിവസവും നമ്മളെ ജഡത്തെ മരിപ്പിക്കണം. അതിന് വചനം വായിക്കണം, നല്ല മെസ്സേജുകൾ കേൾക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം, കൂടെ നടക്കണം. എന്ത് ജോലി ചെയ്താലും എപ്പോഴും ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പാപം നമ്മളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.